ശ്രീകൃഷ്ണ ഫാഷൻ ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ ഇന്ന് വളരെ സിമ്പിളായിട്ട് ചുരിദാർ കട്ട് ചെയ്യുന്ന വിധം എങ്ങനെയാണെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കടയിൽ വരുന്ന എല്ലാവരും പറയും ഒരു ചുരിദാർ എങ്ങനെയും വാങ്ങാം, പക്ഷെ അതിൻ്റെ തയ്യൽ കാശ് കൊടുക്കണമെങ്കിൽ ഒത്തിരി രൂപയാണ്, അത് ഭയങ്കര റിസ്ക്കാ. അപ്പം സിമ്പിളായിട്ട് എങ്ങനെയും ഒരു ചുരിദാർ തയ്ക്കാൻ പഠിക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് എല്ലാവരും പറഞ്ഞതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ടോപ്പിക്ക് ഇടാൻ തന്നെ കാരണമായത്. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ്. സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ, എന്നാൽ മാത്രമേ നിങ്ങൾക്കിത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ 34 ഇഞ്ച് വണ്ണമുള്ള ഒരാൾക്കാണ് ഇപ്പോൾ ചുരിദാർ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ 34 ഇഞ്ച് വണ്ണമുള്ള ഒരാൾക്ക് ചുരിദാർ കട്ട് ചെയ്യുമ്പോൾ 10 ഇഞ്ചാണ് നമ്മൾ ലൂസ് കൂട്ടേണ്ടത്. ആ 10 ഇഞ്ച് ലൂസ് കൂട്ടിയപ്പോൾ 34 10 44 ഇഞ്ച് വണ്ണത്തിന്റെ 1/4 കണ്ടാണ് നമ്മൾ ചുരിദാർ കട്ട് ചെയ്യാൻ പോകുന്നത്. 34 ഇഞ്ച് വണ്ണമുള്ള ഒരാൾക്ക് നമ്മൾ ചുരിദാർ തയ്ക്കുമ്പോൾ നമ്മൾ ഷോൾഡർ എടുക്കേണ്ടത് ഒരു 6.5 ഇഞ്ച് ഷോൾഡർ ആട്ടോ എടുക്കേണ്ടത്. അപ്പം നേരെ ആ ഷോൾഡറിൽ നിന്ന് ഒരു 6.25 ഇഞ്ച് കൈക്കുഴി നമ്മളിത് ഇങ്ങനെ നേരെ വരച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കേണ്ടത് ചെസ്റ്റ് വണ്ണമാണ്. ആ ചെസ്റ്റ് വണ്ണം നമുക്കൊരു 11 ഇഞ്ച് മതിയാകും. ആ കൈക്കുഴി വണ്ണത്തിൽ നിന്ന് ദേ ചെസ്റ്റ് വണ്ണത്തിലേക്ക് നമ്മൾ വരച്ചു. എന്നിട്ട് അവിടെ നമ്മൾ ഇങ്ങനെ അടയാളപ്പെടുത്തി. എന്നിട്ട് നമ്മൾ വീണ്ടും ദേ ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് ഒരു 15 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുവാണ്. അത് നമ്മുടെ വേസ്റ്റ് വണ്ണം കേട്ടോ, എന്ന് പറഞ്ഞാൽ ഷേപ്പ് എടുക്കുന്ന ആ വണ്ണമാണ്. ആ വണ്ണത്തിൽ നമ്മൾ വെച്ചു. അപ്പൊ നേരെ ആ ഷേപ്പ് വണ്ണത്തിലേക്ക് നമ്മൾ ഈ ചെസ്റ്റ് വണ്ണത്തിൽ നിന്ന് നേരെ ദേ വരച്ചു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ദേ ആം ഹോളിൽ നിന്ന് 12 ഇഞ്ച് താഴേക്ക് എടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ഹിപ്പ് വണ്ണം. ആ ഹിപ്പ് വണ്ണത്തിലേക്ക് നമ്മൾ ഈ ചെസ്റ്റ് വണ്ണത്തിന്റെ അതേ അളവ് തന്നെയാണ് ഈ ഹിപ്പ് വണ്ണമായിട്ട് സാധാരണ വരാറുള്ളൂ. അപ്പൊ ആ വണ്ണത്തിലേക്ക് നമ്മൾ അടയാളപ്പെടുത്തി. എന്നിട്ട് ഈ വേസ്റ്റ് വണ്ണത്തിൽ നിന്ന് ഹിപ്പ് വണ്ണത്തിലേക്ക് നമ്മൾ അടയാളപ്പെടുത്തി. എന്നിട്ട് വീണ്ടും ആ ഹിപ്പ് വണ്ണത്തിൽ നിന്ന് നമ്മൾ നേരെ താഴേക്ക്. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ എത്ര ഇഞ്ചാണ് ഫ്ലയർ വേണ്ടതെങ്കിൽ ആ ഫ്ലയറിനനുസരിച്ച് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തുകയാണ്. ഒരു 12 ഇഞ്ചൊക്കെ ഇവിടുന്ന് ഒരു 12 ഇഞ്ചൊക്കെ മതിയാകും. അപ്പൊ അതിലേക്ക് നമ്മൾ അടയാളപ്പെടുത്തി നേരെ നമ്മൾ ഇതേ ഈ വണ്ണത്തിലേക്ക് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണ് ഇതേലേക്ക്. അപ്പൊ ഇതിന്റെ ഈ ചുരിദാർ കട്ട് ചെയ്യുന്നതിന്റെ യഥാർത്ഥമായിട്ടുള്ള കൃത്യമായ വണ്ണത്തിൽ നമ്മൾ ഈ സാധനം വരച്ചു കഴിഞ്ഞ് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഈ ആം ഹോള് നമ്മളിതേ ഈ ഷേപ്പിൽ നമ്മൾ ഇങ്ങനെ ഡോട്ട് കൊടുത്തു. വീണ്ടും നമ്മൾ കട്ട് ചെയ്യാൻ പോവാട്ടോ. ഇങ്ങനെ ഈ വരച്ച് വെച്ചേക്കുന്ന അതേ ഷേപ്പിൽ കൂടെ തന്നെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇവിടെ നമ്മുടെ ബോഡി ഷേപ്പ് നമ്മൾ കൃത്യമായി കട്ട് ചെയ്തിരിക്കണം, എന്നാലാണെങ്കിൽ നമുക്ക് ചുരിദാർ ഇട്ട് കഴിയുമ്പോൾ നല്ല ബോഡി ഷേപ്പിൽ ഇത് ഇരിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു സൈഡ് തൂങ്ങി കിടക്കാതിരിക്കാൻ ഒരു 3/4 ഇഞ്ച് നമ്മൾ ഏകദേശം ഇവിടെ വെട്ടിക്കളയണം കേട്ടോ. അത് നമ്മളുടെ സൈഡ് വശം അല്ലെങ്കിൽ തയ്ച്ച് കഴിയുമ്പോൾ നമ്മൾ താഴോട്ട് കൂടുതലായിട്ട് കിടക്കും. അപ്പൊ അതിന് നമ്മൾ അവിടെ ഒരു 3/4 ഇഞ്ച് കട്ട് ചെയ്തു. നമ്മൾ ചുരിദാർ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം അത് ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ നമ്മൾ ചുരിദാർ ഇതേപോലെ നമ്മൾ കൃത്യമായി കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി ഇപ്പൊ നമ്മൾക്ക് തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായി വേണ്ട ഒരു അളവാവട്ടെ കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പൊ 34 ഇഞ്ച് വണ്ണമുള്ള ഒരാൾക്ക് നമ്മൾ 4 ഇഞ്ച് ലൂസ് കൂടെ കൂട്ടി നമ്മളപ്പോ ഒരു 38 ഇഞ്ച് ആക്കണം. 34 ഇഞ്ച് വണ്ണമുള്ളയാൾക്ക്. അപ്പൊ എന്താ പറയുക, നമ്മൾ ഒരു 9 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തുകയാണ്. ഈ വണ്ണമാണ് നമ്മൾക്ക് വേണ്ടത്. അപ്പൊ ഇവിടെ ആണേലും നമ്മൾ ഈ വണ്ണം എന്ന് പറയുമ്പോഴത്തേന് അവർക്കൊരു 30-31 ഇഞ്ച് വണ്ണമൊക്കെ കാണുള്ളൂ. അപ്പൊ നമ്മളൊരു 9 ഇഞ്ച് വണ്ണം ഇവിടെ ഇടുക. അപ്പൊ ഇത് നമ്മളുടെ യഥാർത്ഥമായി ഫിനിഷിംഗ് പോയിന്റിലേക്കുള്ള വണ്ണം ആട്ടോ ഈ വരച്ചു വെക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ ഹിപ്പ് ആണെങ്കിൽ ഈ 13 ഇഞ്ചിലേക്ക് നമ്മൾ ഇവിടെ വെച്ചിട്ട് അവിടെയും അതേപോലെ തന്നെ നമ്മളൊരു 9.5 ഇഞ്ച് ഒക്കെ നമുക്ക് ആവശ്യം വരുള്ളൂ. അപ്പൊ അതേലേക്ക് നമ്മൾ ഈ ഫിനിഷിംഗ് വണ്ണമാണ് ഈ വരയ്ക്കുന്നത്. ഇവിടെ നമുക്ക് ഫ്ലെയർ ആയിട്ട് നമുക്ക് ഒരു 24 ഇഞ്ച് ഫ്ലെയർ വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതിലേക്ക് വെച്ചിട്ട് ഇത് നമുക്ക് വേണ്ട വണ്ണമാണ്. ആ വേണ്ട വണ്ണത്തിലേക്ക് വീണ്ടും നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഈ വരച്ചത് നമ്മളുടെ ഫിനിഷിംഗ് വണ്ണമാണിത്. അപ്പൊ ഈ വണ്ണം നമുക്ക് യഥാർത്ഥമായിട്ട് കിട്ടാൻ അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇത് നമ്മൾക്ക് യഥാർത്ഥമായിട്ട് ചെസ്റ്റിന്റെ വണ്ണം വേണ്ടത്. ഇവിടെയാണ് നമ്മൾ ഷേപ്പ് ഇടേണ്ടത്. ഇത് ഷേപ്പ് വണ്ണം, ഇത് നമ്മുടെ ഹിപ്പിന്റെ വണ്ണം. അപ്പൊ ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ കൃത്യമായിട്ടുള്ള നമുക്ക് 34 ഇഞ്ച് വണ്ണമുള്ള ഒരാൾക്ക് തയ്ച്ചു കഴിയുമ്പോൾ എങ്ങനെയാണ് ഫിനിഷിങ് പോയിന്റിലേക്ക് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യവും പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഈ കഴുത്തിന്റെ ലെങ്ത് എടുക്കുന്നത് ചെസ്റ്റ് വണ്ണത്തിന്റെ പകുതിയാണ് കഴുത്തിന്റെ ലെങ്ത് എടുക്കേണ്ടത് കേട്ടോ.
ഇപ്പൊ നമ്മൾ ഇവിടത്തെ ഈ പാർട്ട് നമ്മൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ അതിന്റെ ഷേപ്പും എല്ലാം വരച്ചു. ഇനിയിപ്പം നമുക്ക് അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കഴുത്താകട്ടോ വരയ്ക്കേണ്ടത്. അപ്പൊ നമ്മളൊരു 6 ഇഞ്ചാണ് നമുക്ക് കഴുത്ത് വേണ്ടത്. ഒരു 34 ഇഞ്ച് വണ്ണമുള്ള ഒരാൾക്ക് ഒരു 6 ഇഞ്ച് കഴുത്ത് ഇറക്കമാകാം. പിന്നെ അതിനൊരു 2.25 ഇഞ്ച് കഴുത്തകലം മതി. അല്ലെങ്കിൽ നമ്മൾക്ക് കൂടുതലായിട്ട് ഷോൾഡർ അകന്നു പോവുകയും അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പൊ നമ്മളൊരു 2.25 ഇഞ്ച് അകത്തെ എടുത്തു. ആ ഇറക്കത്തിലേക്ക് നമ്മൾ ഇതേ നേരെ ഇങ്ങനെ വരച്ചു. നേരെ ഇങ്ങനെ വരയ്ക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ നമുക്കൊരു ഇവിടെ നമുക്കൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോകും. അപ്പൊ നമുക്കൊരു ഫിനിഷിങ്ങിൽ ഒരു 3 ഇഞ്ച് ഷോൾഡർ മതിയാകും കേട്ടോ. ഈ ഫിനിഷിങ്ങിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 3 ഇഞ്ച് ഷോൾഡർ കിട്ടിയാൽ മതി. അത് ബാക്കി കൈക്കുഴി നമ്മൾ ഈ ഫ്രണ്ട് പാർട്ടിലെ കൈക്കുഴി നമ്മൾ എപ്പോഴും ഒരു ശകലം ഇങ്ങനെ എടുത്ത് വെട്ടിക്കളയണം. നമ്മളിത് ഷെയ്പ്പ് ചെയ്ത് കഴുത്ത് വരയ്ക്കുകയാണ്. നമ്മളിപ്പോൾ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കഴുത്താട്ടോ വരച്ച് കാണിക്കുന്നത്. വട്ട കഴുത്ത് ഇങ്ങനെ വരയ്ക്കുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കാണിക്കുക. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുന്നു, ഇങ്ങനെ കട്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് അതിന്റെ തയ്യൽ തുമ്പുണ്ട്, ഇവിടെയും ഉണ്ട്. ഇതേ നേരെ നമ്മൾ വീണ്ടും ആ കൈക്കുഴി ഒരു സ്വല്പോടെ ഇങ്ങനെ എടുത്ത് വെട്ടിക്കളയുന്നത്. ഇത് ഫ്രണ്ട് പാർട്ടാണ് ഈ ചെയ്യുന്നത്. ഇപ്പൊ ഇതായി. നമ്മൾ ചുരിദാർ അളന്ന് കട്ട് ചെയ്തപ്പോൾ ഫ്രണ്ട് പീസിൽ ഈ ഷേപ്പിൽ നമ്മൾക്ക് കിട്ടുന്നതാണ്. ഇപ്പം നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്യുമ്പോൾ പലർക്കും പല വിധത്തിലാണല്ലോ വേണ്ടത്. അപ്പൊ അത് നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ച് ലെങ്ത് ഇഷ്ടമുള്ളത് പോലെ എടുക്കാം. അപ്പൊ ഇതിന് നമ്മളൊരു 5 ഇഞ്ചാണ് നമ്മൾ ലെങ്ത് എടുക്കാനായിട്ട് ഓർത്തേക്കുന്നത്. 2.25 ഇഞ്ച് അകലവും. അപ്പൊ നമ്മൾ അതിന്ന് ഇങ്ങനെ വരച്ച് ഇത് റെഡിയാക്കുവാണ്. നമ്മൾ ഈ പീസിന്റെ കഴുത്ത് നമ്മൾ ഇതേ രീതിയിൽ ഷേപ്പ് ചെയ്ത് വെട്ടുക കേട്ടോ. ഇങ്ങനെ നമ്മൾ ഈ ഷേപ്പില് ഇങ്ങനെ അങ്ങ് വെട്ടുകയാണ്. വെട്ടിയെടുത്തു. അപ്പൊ ആ ഫ്രണ്ട് പാർട്ട് എടുത്തതുപോലെ തന്നെ നമ്മൾ ഇവിടെയും തയ്യൽ തുമ്പ് പോയി. ഇത് നമ്മൾ ഇനിയും ഷോൾഡറൊക്കെ കൂട്ടി കഴിയുമ്പോൾ നമ്മൾക്ക് ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ ഒരു സ്വല്പം എടുത്തു കളയാം. അപ്പൊ ഇത് ചുരിദാറിന്റെ ഫ്രണ്ടും ബാക്കും നമ്മൾ വെട്ടിക്കഴിഞ്ഞു. ബാക്ക് പോർഷന് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഷേപ്പില് കിട്ടുന്നതാണ് നമുക്ക്. ചുരിദാറിന്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് കൈയാണ്. അപ്പൊ നമുക്ക് അതിലേക്ക് പോകാം. കൈയാണ് കട്ട് ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ കൈ എടുത്തു 4ആയി മടക്കിയിട്ടു. 4ആയി മടക്കിയിട്ടിട്ട് നമുക്ക് ചെസ്റ്റ് വണ്ണത്തിന്റെ പകുതിയാണ് കേട്ടോ കൈവണ്ണമായിട്ട് നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ ഈ ആം ഹോളിന്റെ വണ്ണം നമ്മൾ ആം ഹോളായി എടുത്തേക്കുന്നത് 6.5 ഇഞ്ചാണ്. അപ്പൊ അതിന്റെ ഒരു പകുതിയായിട്ട് വരും ഈ ആം ഹോളിന്റെ ഈ കൈക്കുഴി വണ്ണം. അപ്പൊ ഈ കൈക്കുഴി ഈ ബോഡി ഈ ലെങ്ത് ആയിട്ട് എടുക്കുന്ന ഈ ഭാഗത്ത് നിന്ന് ലെങ്ത് 12 ഇഞ്ചാണ്. അപ്പൊ ഇവിടെയും അതേപോലെ തന്നെ 12 ഇഞ്ച് ലെങ്ത് നമ്മൾ എടുത്തു. എന്നിട്ട് ഈ ആം ഹോളിന്റെ വണ്ണത്തിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തുവാണ്. നമ്മുടെ ആം ഹോൾ എടുത്ത വണ്ണത്തിന്റെ പകുതിയാട്ടോ ഇവിടെ എടുത്തേക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് ഈ വണ്ണത്തിൽ നിന്ന് നമ്മൾ ഇതേലേക്ക് ഇങ്ങനെ വരയ്ക്കും. ഈ ഷേപ്പിൽ വരയ്ക്കും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഈ ഷേപ്പ് കൊടുക്കുവാണ് അതിന്. എന്നിട്ട് ഈ ആം ഹോളിന്റെ വണ്ണത്തിൽ നിന്ന് നമ്മുടെ കൈയുടെ അടിവട്ടം ഉള്ള വണ്ണം നമ്മൾ എടുത്തിരിക്കുന്നതിൽ നമ്മൾ ഒരു 4 ഇഞ്ച് ലൂസും കൂടെ കൂട്ടി നമ്മൾ എടുക്കുകയാണ്. അപ്പൊ ഒരു 7 ഇഞ്ച് നമ്മളിവിടെ എടുത്തു. ആ ആം ഹോളിന്റെ വണ്ണത്തിൽ നിന്ന് ഈ 7 ഇഞ്ച് വണ്ണത്തിലേക്ക് നമ്മൾ നേരെ വരയ്ക്കുക. ഇപ്പൊ നമ്മൾ കൈയ്യ് ഇവിടെ ഷേപ്പ് ചെയ്ത് വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് വെട്ടിയെടുത്താൽ മതി. ഇപ്പൊ നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഈ കൈ നമ്മൾ വെട്ടിയെടുക്കുക കേട്ടോ. ഈ ഷേപ്പില് നമ്മൾ വെട്ടിയെടുക്കുവാണ്. ഇങ്ങനെ വെട്ടിയെടുത്തു. ഇതാണ് ഇപ്പൊ നമ്മൾ വെട്ടിയെടുത്തു. ഇങ്ങനെ ഈ ഷേപ്പിലായിരിക്കും കൈ വെട്ടി കഴിയുമ്പോൾ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായി കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമ്മള് ചുരിദാർ വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിലുള്ള ഒരു കണക്കിൽ നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം 1000 500 ഒന്നും ഇനി മുടക്കണ്ട. നമ്മളുടെ ഈ ചാനലിൽ നിങ്ങൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായ രീതിയിൽ ഈ ചുരിദാർ തയ്ക്കുന്ന വിധം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇതുപോലെ കൂടുതൽ അറിവുകളുമായി വീണ്ടും നമുക്ക് കാണാം.